കൊല്ലം സുധിക്കായി KHDC എന്ന കൂട്ടായ്മ നിർമ്മിച്ചു കൊടുത്ത വീണ് ചോരുന്നുവെന്ന രേണു സുധിയുടെ ആരോപണത്തിന് മറുപടിയായി കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വലിച്ചു നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസ്. മികച്ച കെട്ടുറുപ്പയിൽ പണിത വീടാണ് അതെന്നും രേണുവിന്റെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിയെന്നും ഫിറോസ് പറയുന്നു. ജീവിതത്തിൽ ഇനി ആർക്കും ഇതുപോലെ സഹായം ചെയ്യില്ലെന്നും രേണു പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഫിറോസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വെളിപ്പെടുത്തി. ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല. ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിനം ഇല്ല. ഒരുപാട് നന്ദി രേണുവിന് ഈ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനും അതിന് ഇങ്ങനെ കള്ളം നിറഞ്ഞ മറുപടി നൽകി ഞങ്ങളെ സമൂഹത്തിൽ മോശക്കാരാക്കിയതിനും. രേണു പറയുന്നത് പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ലെന്ന് 100 അല്ല 200% ഉറപ്പാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല ഗുണനിലവാരത്തിൽ ചെയ്തു കൊടുത്ത വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ വീട് നിർമ്മിച്ചത്. വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൂബേഴ്സ് വരുന്നുണ്ട്. അത് തന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ലൂബേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാറ്റിൽ അടിച്ച് അകത്തേക്ക് കയറും. അത് ഞാൻ അംഗീകരിക്കുന്നു. അതിനെയാണ് ഇവർ മോശമായ രീതിയിൽ പറയുന്നത്. വീടിന് ഗുണനിലവാരമില്ലെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത്. എല്ലാ വർഷവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓരോ വീട് ചെയ്തു കൊടുക്കാറുണ്ട്. അത്തരത്തിലാണ് സുധിയുടെ മക്കൾക്ക് വേണ്ടിയും ഈ വീട് നിർമ്മിച്ചത്. വീട് മാത്രമാണ് സാധാരണ നൽകാറുള്ളത്. എന്നാൽ ഈ വീട്ടിൽ ഫർണിച്ചറുകളും ടിവിയും വാട്ടർ ഫിൽറ്ററും ഒക്കെ നൽകാൻ സാധിച്ചു. അതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി എൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു തുക ചെലവഴിച്ചിട്ടുണ്ട്. അതെൻ്റെ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭമാണ് ഇവിടെ ഉപയോഗിച്ചത്. സഹായിക്കാൻ കാശില്ലാത്തതിനാൽ അവിടെ വന്ന് വീടിൻ്റെ പണി യാതൊരു കൂലിയും വാങ്ങാതെ ചെയ്തു പോയ നിരവധി ചെറുപ്പക്കാരുണ്ട്. 5-10 ദിവസം പണിയെടുത്താണ് അവർ പോയത്. അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വിഷമം ഉണ്ടാകുന്ന വീഡിയോ ആണ് ഇന്നലെ മുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും വലിയ വിഷമമുണ്ടായി. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നുമല്ലാതായി പോകുന്ന അവസ്ഥയാണിത്. ഈ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഫണ്ട് തികയാതെയാണ്. ഇനി വർക്ക് ഏരിയക്ക് കൂടി ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്നായിരുന്നു ഭീഷണിയുടെ ഒരു സ്വരത്തിൽ രേണു പ്രതികരിച്ചത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും വെച്ച് ചെയ്യിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. കാരണം അന്നിൻ്റെ കയ്യിൽ വേണ്ട തുക ഇല്ലായിരുന്നു. വീട് കയറി താമസ ദിവസം ഞങ്ങൾ പോയെങ്കിലും ഒരാൾ പോലും ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിരുന്നില്ല. അവർ എത്ര പേർക്ക് കരുതിയിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു. മാസ സംഘടന 1 ലക്ഷം രൂപ നൽകിയിരുന്നു. അത് വെച്ചാണ് ആ പരിപാടിയുടെ തുക കണ്ടെത്തിയത്. വീട് നൽകിയതിനു ശേഷം അത് കഴിഞ്ഞു. വീട് കൊടുത്തത് ഒരു കടപ്പാടായിട്ട് അവരെ കൊണ്ട് നടപ്പിക്കരുത് എന്നുണ്ടായിരുന്നു. ലൂബേഴ്സിന്റെ ഉള്ളിൽ കൂടെ ചാറ്റലടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ 5000 രൂപ മുടക്കിയാൽ അവിടെ ഗ്ലാസ് ഇടാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അവർക്ക് അതിനൊന്നും കഴിയില്ല. ആ വീട്ടിൽ ഒരു ക്ലോക്ക് ഫിക്സ് ചെയ്ത് താഴെ വീണാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയി അത് ശരിയാക്കി കൊടുക്കണം. മോട്ടോർ കത്തിയിട്ട് അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. അതായത് ഒരു ബൾബ് പോയാലോ ഫ്യൂസ് പോയാലോ ഞങ്ങൾ വിളിക്കും. വീട് തന്നു, ഇനി അതിന്റെ മെയിൻ്റെനൻസ് കൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധിക്കുമെന്നും ചോദിച്ചിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു വീഡിയോ അവർ ഇടുമെന്ന് നമ്മൾ അവരെ സമൂഹത്തിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുമോ എന്നും അറിയില്ലായിരുന്നു. ഇതോടുകൂടി ഈ പരിപാടി നിർത്തി.